MRC ഗ്യാങ്ങിൽ എന്തൊക്കെയാണോ ഈ നടക്കുന്നത്? അവസാനം MRC ഗ്യാങ് ഇല്ലാത്തൊരവസ്ഥ, അതായത് മൊത്തം പൊട്ടിച്ചെതറി. ആദ്യത്തെ ദിവസം മമ്മൂ ഷമീറും കൂടെ വന്നൊരു 40 മിനിറ്റിന്റെ വീഡിയോ വ്ലോഗ് ചെയ്തു. അതിൻ്റെ അകത്ത് ഫുള്ള് തൊപ്പിയെക്കുറിച്ചുള്ള കുറ്റങ്ങളാണ്. തൊപ്പി എന്ന് പറയുന്ന ആൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആളല്ല, ഫുൾ പ്രോഗ്രാം സ്ക്രിപ്റ്റഡ് ആണ്. മാത്രമല്ല ഷമീറിനെ മമ്മൂനെ കൊണ്ട് വീട്ടിലെ തുണികൾ കഴിക്കുന്നു, പ്രത്യേകിച്ച് ഷഡ്ഡികൾ കഴിക്കുന്നു എന്നും പറഞ്ഞ് അങ്ങനെ വരുന്നു. അതിനുശേഷം ഷമീർ പറയുന്നു ഈ ഷമീറിന്റെ യൂട്യൂബിന്റെ എമൗണ്ട് എല്ലാം തൊപ്പിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം മമ്മു പറയുന്നു മമ്മുവിൻ്റെ തൊപ്പിയുടെ കാമുകി മമ്മുവിനോട് പറഞ്ഞു ഇന്നപോലെ അവൻ്റെ ഷഡ്ഡി കഴുകാനോ അങ്ങനെ അടിവസ്ത്രം കഴുകുന്ന കാര്യങ്ങൾ, അതിനുശേഷം പൈസ കൊടുക്കാത്ത കാര്യങ്ങൾ, ഒരുത്തൻ്റെ പൈസ അടിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന തൊപ്പിയല്ല ഈ റിയൽ ലൈഫ്. ആള് ഭയങ്കര ക്രൂക്കഡ് മൈൻഡാണ്, ബിസിനസ് മൈൻഡാണ്. ഒരു രൂപ മുടക്കിയാൽ 100 എങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടലും കാര്യങ്ങളും ഉള്ള ഒരുത്തനാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നന്മമാരെ ഒന്നുമല്ല. അവൻ 2 രൂപ അവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ 100 രൂപ അല്ലെങ്കിൽ 200 രൂപ ഒപ്പിക്കാമെന്ന് കണക്ക് കൂട്ടി നടക്കുന്ന ഒരുത്തനാണെന്ന് കൂടെ നടക്കുന്നവർ പറയാം. അതായത് ആക്ച്വലി പറയുവാണെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളവളവായി. പിറ്റേ ദിവസം അതായത് തൊപ്പി ലൈവ് വന്ന് 2.5 മണിക്കൂർ കുത്തിയിരുന്നു. 2.5 മണിക്കൂർ കുത്തിയിരുന്ന അവരുടേതായ കുറച്ച് ഭാഷകൾ, WL, വിൻ ലൂസ്, പിന്നെ ഓല, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു സംഗ്രഹം പറയുകയാണെങ്കിൽ, വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. തൊപ്പി വന്നിട്ട് ഇവന്മാർ പറയുന്നതൊന്നും ശരിയല്ല. ഇവന്മാർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, കുറേ സ്ക്രീൻ റെക്കോർഡിങ്, കുറേ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ. അതിനുശേഷം ഷമീറിൻ്റെയും മമ്മൂൻ്റെയും കൂടെ ഉള്ള ഒരു പ്രൈവറ്റ് വീഡിയോ, അതിനകത്ത് അവരെ ഗേ ആയിട്ട് ചിത്രീകരിക്കുന്നു. ഷമീർ ഒരു പഴം വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് വെച്ചിട്ട് അവരെ ഗേ ആക്കി ചിത്രീകരിക്കുന്നു വീഡിയോ. അതായത് തൊപ്പിയുടെ ലൈവ് എന്നൊക്കെ പറഞ്ഞാൽ 1 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരെ കാണുന്നത്. ആ 1 ലക്ഷം പേര് മേളിൽ ഇവന്മാരെ ഗേ ആയിട്ട് കണക്കാക്കുന്നു, അതായത് മലയാളത്തിൽ പറഞ്ഞ നമ്മാരായിട്ട് കണക്കാക്കുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ അവന്മാരുടെ ഒരു ഇമേജ് തന്നെ മൊത്തത്തിൽ പോയി. തൊപ്പി തകർത്ത് കോണം വരുത്തി. അതായത് കംപ്ലീറ്റ്ലി വിത്ത് പ്രൂഫാണ് സംസാരിച്ചിരുന്നത്. വിത്ത് പ്രൂഫ്, വിത്ത് എവിഡൻസ് ആണെന്നും പറഞ്ഞ് തൊപ്പി കുറേ കാര്യങ്ങൾ കാണിക്കുക. അതായത് ഇവരുടെ ലൈഫിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും റെക്കോർഡിക്കലാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം എന്തൊരു ലൈഫാന്ന് നോക്കി, അതായത് കംപ്ലീറ്റ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക. അതായത് ഒന്ന് മുള്ളാൻ പോകുന്ന കാര്യം വരെ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ അങ്ങനെ പൊട്ടും പൊടിയും വരെ റെക്കോർഡ് ചെയ്തിട്ട് കൂടെ നിന്നവൻ്റെ അണ്ണാക്കിലോട്ട് അടിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചത്. പക്ഷേ അതിനുശേഷം ഇപ്പം ഷമീറിൻ്റെ ലൈവ് വന്നു. ഷമീറിൻ്റെ ലൈവിൽ ഷമീർ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു. അതിനകത്ത് തൊപ്പിയുടെ വീട്ടിൽ നിന്നും കഞ്ചാവ് പച്ച കണ്ടെടുക്കുന്ന വീഡിയോ അവരെടുത്ത് പുറത്തിട്ടിരിക്കുകയാണ്. മാത്രമല്ല കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ട്. റിവീൽ ചെയ്ത കാര്യങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി പച്ച വലിക്കുന്നു. തൊപ്പി ആ വീഡിയോയ്ക്കകത്ത്, തലേദിവസത്തെ വീഡിയോയ്ക്കകത്തെന്ന് പറഞ്ഞു പുള്ളി ബിസിനസ് മീറ്റിൻ്റെ ഒക്കെ സമയത്ത് വളരെ ചെറിയ രീതിയിൽ ഒരു വിസ്കിയോ കാര്യങ്ങളൊക്കെ അടിക്കുക. മദ്യപിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല. മദ്യപിക്കരുതെന്ന് ആരോടും പറയാൻ പറ്റുകയില്ല. മദ്യപിക്കരുതെന്ന് പറയുന്നത് ശരിയല്ല. കാരണം നമുക്ക് വേണേൽ പറയാം ഞാൻ അടിക്കുന്നില്ല, എന്നിട്ട് ഒളിച്ചിരുന്ന് വേണേൽ അടിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഇഷ്ടമാണ്. പക്ഷേ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പ്രശ്നം, തൊപ്പി വന്നേച്ച് കുറച്ചേ അടിക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ തൊപ്പിയുടെ മുറിക്കകത്തുനിന്ന് കുപ്പിയും മാത്രമല്ല പച്ചയും കണ്ടുപിടിക്കുന്നത്. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ. അല്ല ഇത് ആയിരിക്കും ചിലപ്പോ, ഇത് ചിലപ്പോ ആയിരിക്കും ബ്രദർ, ഇത് ചിലപ്പോ ആയിരിക്കും. അല്ല ഇത് ചിലപ്പോ ആയിരിക്കും ചിലപ്പോ. മനസ്സിലായി? നിന്റെ വീട്ടിൽ കയറി ചിലപ്പോൾ നിന്റെ 18 വയസ്സാകത്തെ ഇത് ചിലപ്പോൾ പിടിച്ച് പണ്ണും കേട്ടോ. അപ്പൊ നീ എന്താ പറയണ്ടേ അറിയോ? ആന്ന് തൊപ്പി ചെയ്തതല്ല, അത് ആന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, എന്താ അറിയാലോ, മനസ്സിലായിട്ടുണ്ടാവില്ലേ? പ്ലാൻഡ്. ഓക്കെ, ഇത് പ്ലാൻഡ്. അപ്പൊ അടുത്ത വേറൊന്ന് കാണിക്കും. അപ്പൊ അതും പ്ലാൻഡാന്ന് പറയണേ. അല്ലല്ല, ഒന്ന് പുറത്തെടുത്ത കാരണം അറിയാം, ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ മറ്റേതാ അനാൻഷാന്റെ ഓർത്തോടാ എന്താ ഈ കളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് തന്നെ വരണം. പ്ലാൻ ചെയ്തിട്ട് നോക്ക് മക്കളെ, നോക്ക്, പച്ച കണ്ടുപിടിച്ച കണ്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ഇതിനകത്ത് ഒരു സൈഡിൽ ആദ്യം ഷമീറിന്റെയും മമ്മൂന്റെയും സൈഡ് വെച്ച് ഞാൻ സംസാരിച്ചു. 2ാമത്തെ ദിവസം തൊപ്പി കുറെ കാര്യങ്ങൾ റിവീൽ ചെയ്തപ്പോൾ തൊപ്പിയാണ് ശരിയെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നത്തെ ഒരു ലൈവ് കണ്ടപ്പോൾ മനസ്സിലായി 2 പേരും ശരിയല്ലെന്ന്. ഉറപ്പായിട്ടും ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന സംഗതിയിൽ മിക്കവാറും ഇവരെല്ലാം കുടുങ്ങാൻ സാധ്യതയുണ്ട്. അതിനകത്ത് പ്രായപൂർത്തിയാകാത്ത മമ്മുവാണ്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാലും ഇത് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇപ്പൊ ശക്തമായിട്ട് ലഹരിക്കെതിരെ പോരാട്ടം നടക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിടുന്നത്. എത്ര വലിയ യൂട്യൂബറാണ്, എത്ര വലിയ ലൈവ് സ്ട്രീമറാണ്, എത്ര വലിയ ഫാൻസ് ഉള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംഗതി നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്.
ഭയങ്കര ശോകമാണ് ഇവന്മാർ കാണിച്ചത്. പക്ക എക്സ്പോസിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എക്സ്പോസ് ചെയ്ത് വെച്ചേക്കുവാണ്. അതായത് പറയുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പുണ്യാളനായിട്ട് ആരുമില്ല. ഈ വീഡിയോ ചെയ്യുന്ന അവരും പുണ്യാളന്മാരല്ല, അപ്പം നമ്മൾ പറയുന്നവരും നമ്മൾ ഈ പറയുന്ന അത്ര പുണ്യാളന്മാരായിരിക്കില്ല. പക്ഷെ എല്ലാവർക്കും ഉണ്ട് ഓരോ പ്രശ്നങ്ങൾ. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ എന്തൊരു അവസ്ഥയാന്ന് നോക്കി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തെങ്കിലും മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് പേര് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അതിനകത്ത് സീക്രട്ട് ഏജന്റ് ഉണ്ട്, പറയുന്ന പോലെ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോസ് അത്യാവശ്യം ഞാൻ കാണുന്നു. അപ്പോൾ പുള്ളി അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ ശരിക്കും മൊത്തത്തിൽ ഈ ഒരു ഗ്യാങ് ആക്ച്വലി മൊത്തത്തിൽ ഇങ്ങനെ നിന്നിരുന്ന ഗ്യാങ് ആണ്. അവസാനം പൊട്ടിച്ചെതറിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിത്തല്ല്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസം ഇല്ലാത്ത രീതിയിൽ ഒരു വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും മനസ്സിൽ ദുഷിപ്പും കുന്നായ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു അവസ്ഥ തുടക്കം മുതലേ അവർ ഇങ്ങനെ പോകുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ പാഷാണത്തിക്രമികളായിട്ട് കുറച്ച് അണ്ണന്മാർ അങ്ങനെ ആ ഗ്യാങ് ചെതറിപ്പോയി. ഒരു ബ്ലാസ്റ്റ് ആയിരുന്നു. ആ ബ്ലാസ്റ്റിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്തൊക്കെയാണെങ്കിലും ശരി, കാര്യം നമ്മൾ കൂട്ടുകാർ ആരൊക്കെ കൂടിയാലും 10 പേര് കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ തമാശ, അത് നോട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഷ്ടകളും കോഷ്ടികളും കൈ കൊണ്ടോ കാലം കൊണ്ടോ അല്ലാതെ മറ്റു കാര്യങ്ങൾ കാണിക്കില്ല. പക്ഷെ ഇവിടെ അവരെ സംബന്ധിച്ച് അവർ മൊത്തത്തിൽ എക്സ്പോസിങ് ആയിരുന്നു. മൊത്തത്തിൽ അവരവരുടെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഷമീർ ആണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഷമീറിൻ്റെ വീഡിയോസൊക്കെ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും. തൊട്ടപ്പുറത്ത് മമ്മു ഇരിപ്പുണ്ട്. മമ്മുവും ഈ പറയുന്ന പോലെ അവനോടൊപ്പം എന്തോ തമാശയ്ക്ക് കാണിക്കുന്നതാണ്. മറ്റവൻ സീരിയസ് ആയിട്ട് അവൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇവൻ ഇപ്പുറത്തുനിന്ന് തമാശ കാണിക്കുന്നത്. അതിനെ ഒരു അശ്ലീല, അതായത് സ്വർഗം ആ ഒരു സെറ്റപ്പിലേക്ക്, ഗേ സെറ്റപ്പിലേക്കൊക്കെ കൊണ്ടുവന്ന് ചിത്രീകരിച്ചിട്ട് മൊത്തത്തിൽ ഒരു അലമ്പ് സെറ്റപ്പിലേക്ക് പോയിരിക്കുകയാണ്. അതായത് ഇത് മൊത്തത്തിൽ ആക്ച്വലി തൊപ്പി എന്ന് പറയുന്ന വ്യക്തി തുടക്കം മുതൽ നമുക്കറിയാം പുള്ളിയുടെ ഒരു ഗ്രോത്ത് എവിടെയായിരുന്നു, പുള്ളി എന്താണ് കാണിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രോത്ത്. പിന്നെ തൊപ്പി ഇന്നലെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, മമ്മൂനിട്ട് കുറേ മമ്മൂൻ്റെ മുഖത്ത് ചവിട്ടിയ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് പുള്ളി സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യാത്തത് കൊണ്ട്, അതായത് വുമണിനെ റെസ്പെക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് മമ്മൂനിട്ട് ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് എന്തോ കാണിച്ചുകൊണ്ടാണ് മമ്മൂനിട്ട് ചെയ്യുന്നത്. ഈ പറയുന്ന തൊപ്പി അത്ര മിടുക്കനാണോ? അത്ര നല്ല പുള്ളിയാണോ? പുള്ളിക്കാരന് എത്രയോ വീഡിയോസിൽ ഓരോരുത്തരെ ഈ റെസ്പെക്റ്റ് ഇല്ലാതെ, അതായത് ഓരോ ഒമേഗിൾ ലൈവിലൊക്കെ വന്നിട്ട് സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന എത്രയോ വീഡിയോസ് ഉണ്ട്, എത്ര സംഭവങ്ങളുണ്ട്. ഇത് ഈ പൊട്ടന് മനസ്സിലാകാഞ്ഞിട്ടാണോ അവനൊരു തൊപ്പി ഇതുപോലെ പൊട്ടനാണല്ലോ എന്ന് ഓർക്കുന്നത്? കാരണം പറയാതിരിക്കാൻ മേല. എന്നിട്ട് അവൻ മറ്റവനിട്ട് തള്ളിയെന്ന് ഈ മമ്മൂ എന്ന് പറയുന്നവനിട്ട് ഇവന്മാരെല്ലാം കണക്കാണ്. മറ്റേ ഷമീർ ഇന്നത്തെ ലൈവിനകത്ത് പറഞ്ഞില്ല ഞങ്ങളാരും പുണ്യാളന്മാരല്ലെന്ന്. അവൻ ശരിയാ, അവൻ്റെ ഭാഗം അവൻ പറഞ്ഞു. ആ പുണ്യാളല്ലെന്ന് അവൻ പറഞ്ഞു. അവൻ മടിയിൽ കനവില്ലാത്തവനെ പേടിയുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥ. ആ ഒരു സെറ്റപ്പ് അവന്മാർക്കെല്ലാം അവനെ ഈ പറയുന്ന പോലെ അറിയാം. ഷമീർ ഈ പറയുന്ന പോലെ ആക്ച്വലി ചില കുറ്റങ്ങളിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ പങ്കുണ്ടെന്നുള്ളത്. ഞാൻ ഇവിടെ കുറച്ച് വീഡിയോ ഒക്കെ കാണിക്കാം. ഇത് ഞാനാണ് ചെയ്തത് എന്നുള്ളതിന്റെ പ്രൂഫ്, ഇത് ഞാനല്ലല്ലോ പ്രൂഫ് കാണിക്കണോ, അല്ല ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിന്റെ പ്രൂഫ് ഓൻ കാണിക്കട്ടെ. ഞാനാണ് ഇത് ചെയ്തതെന്നുള്ളതിന്റെ പ്രൂഫ് ഓൻ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ തൂങ്ങിച്ച ലൈവിൽ ലൈവ് ഇട്ട് ഈയുടെ ഫാൻ ഉണ്ട്, ഈ ഫാനിൽ ഞാൻ കെട്ടി തൂങ്ങി ഞാൻ ഇടും ചാവും. ഓക്കെ, ഓക്കെ. അപ്പൊ അത് തീർന്നല്ലോ. 29,000 തൊലി ഇത് ഇവന്റെ കയ്യിൽ ഞാൻ എറിഞ്ഞു കൊടുത്ത പൈസ. നീ എപ്പാടാ എനിക്ക് 29,000 റുപ്യ വന്നത്? ഞാൻ എനിക്ക് 10 ലക്ഷം റുപ്യ ഞാൻ ഇവന് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. മനസ്സിലാ? 10 ലക്ഷം റുപ്യ ഞാൻ ഇവന് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. 10 ലക്ഷം റുപ്യ ഞാൻ ഇവന് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാണിക്ക്, നീ പ്രൂഫ് കാണിക്ക്. നീ അല്ല പ്രൂഫിന്റെ ആളല്ല, നീ സോളിഡ് പ്രൂഫിന്റെ ആളല്ല. നീ പ്രൂഫ് കാണിക്ക്. അത്രയും 10 ലക്ഷം റുപ്യ നീ തന്ന് നീ പ്രൂഫ് കാണിച്ചാ ഇന്ന് രാത്രി ലൈവ് എൻഡ് ചെയ്തിട്ട് ഷമീർ നാളെ തൂങ്ങി മരിക്കും. ന്യൂസ് ലിങ്ക് കാണാം. തൂങ്ങി മരിക്കും. നിന്നെ പോലെ വെറുതെ വർത്താനം പറഞ്ഞ് കൊണയടിച്ച് പോകാൻ വന്നതല്ല. നീ കാണിക്കും. നിങ്ങൾ ഇപ്പോഴേ ഡബ്ല്യൂ ഇടണ്ട. നിങ്ങൾ കാണേണ്ട ഒന്നും കണ്ടിട്ടില്ല. അനാൻഷ ഇഷ്യൂ നിങ്ങൾ കാണേണ്ട ഒന്നും കണ്ടിട്ടില്ല. അനാൻഷ ഈ വീഡിയോ നമുക്ക് കാണുന്നുണ്ടെന്ന് അറിയാം. അനാൻഷ ബ്രദർ, ഇവൻ നിങ്ങളെ പറ്റി പറഞ്ഞതല്ല. ഇതൊന്ന് ചൂടാക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ടോ? അനാൻഷാന്റെ കൂടെയുള്ള ഓന്റെ സുഹൃത്തിന്റെ ഭാര്യ, മനസ്സിലായോ? ഓന്റെ സുഹൃത്തിന്റെ ഭാര്യ ഇറാനി പോളാന്ന് പറഞ്ഞ ഒരു നോമ്പിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നോമ്പിന്റെ സമയത്ത് ഇവൻ ഇത് പറയണം എന്ന് ആലോചിക്കണം. നോമ്പിന്റെ സമയത്താണ് ഇവൻ ഇത് പറയുന്നത് ആലോചിക്കണം. നോമ്പിന്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ നോമ്പിന്റെ സമയത്ത് ഇവൻ ചെയ്ത പരിപാടി എന്താ അറിയോ? വ്ളോഗ് വെച്ചിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇവന്മാരൊക്കെ ആക്ച്വലി എന്തായി കാണിക്കുന്നത്?
പ്രാന്ത് പിടിച്ചവന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കിളിപോയ അവസ്ഥ. അതായത് സ്ട്രീം ചെയ്ത് തലയ്ക്ക് വെളിവില്ലാതായി പോയെന്ന് തോന്നുന്നു. കാരണം മൊത്തം ഒരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്ക് തന്നെ, അതായത് ഇവന്മാരെല്ലാം സ്ട്രീമേഴ്സ് പ്ലസ് ഗെയിം പരിപാടിയൊക്കെ ആയിട്ട് തോന്നുന്നു. അതിൻ്റെ അകത്ത് തെറിവിളി ഉണ്ടാവും, ചീത്തവിളി ഉണ്ടാവും, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും, മനസ്സിലായോ? പക്ഷെ ഈ കുറേ അതിര് കടന്നിട്ട് പോകുന്ന ഒരു പോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഇവന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചിട്ടോ എന്നാ മിണ്ടാതിരിക്കണ്ടേ? എല്ലാം വായ പിടിച്ച് തെറ്റാണ് ചെയ്യുന്നത്, മിണ്ടാതിരിക്കണ്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. മൊത്തം പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പോക്സോ കേസ് വരാനുള്ള എല്ലാ വകുപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന വീഡിയോയ്ക്കകത്തൊക്കെ പറയുന്നുണ്ട്, അതായത് ലൈവ് കണ്ടവർക്കറിയാം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അടുത്ത ദിവസം മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അറിയാം. 18 വയസ്സിൽ താഴെയുള്ള ഏതോ ഒരു പെങ്കൊച്ചുമായിട്ടൊക്കെ എന്തൊക്കെയോ അലുക്കുലുത്ത് പരിപാടികൾ ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തൊപ്പിയൊക്കെ പണി പാളി നിൽക്കുക. പണ്ടൊരിക്കലും ഇതുപോലെ പുള്ളിയുടെ കംപ്ലീറ്റ്ലി ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ തൊപ്പി നിന്നിടത്തുനിന്നാണ് അവൻ്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് അവൻ കൊണ്ടുവന്നത്. പക്ഷെ അവൻ ഈ പറയുന്ന പോലെ കൂട്ടത്തിലുള്ളവനെ ചവിട്ടിയിട്ടുള്ള പരിപാടിയാന്നുള്ളത്. പക്ഷെ ബാക്കിയുള്ളവർ മിടുക്കന്മാരാന്ന് പറയുന്നില്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കാം. കൊണ എന്ന് പറഞ്ഞ് ലൈവ് സ്ട്രീമിൽ വന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സ്ക്രിപ്റ്റഡ് പ്രോഗ്രാമൊക്കെയാണ്. പക്ഷെ ഇത് ഭയങ്കര മുട്ടിപ്പണിയായി പോയല്ലോ. അതായത് ഡ്രഗ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഡ്രഗ്സ് കഞ്ചാവ് മാത്രമല്ല, മറ്റ് MDMA കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, മദ്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഡ്രഗ്സാണ് ഏറ്റവും വലിയ പ്രശ്നം. ഡ്രഗ്സ് അടിച്ചിട്ട് പെൺപിള്ളേരുടെ അടുത്ത് പോയിട്ട് കാണിക്കുന്ന ഓരോ കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര തൊപ്പിയൊക്കെ കാണിക്കുന്നത്. ഇതിലും വലിയ ടെറർ ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ. ഇതിപ്പോൾ ഇവർ എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് എനിക്കിത് റിയാക്ട് ചെയ്യേണ്ടി വന്നത്. പക്ഷെ ഇതിലും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ കൂടെ ഉണ്ട്. അപ്പം എന്തായാലും ഇപ്പോഴത്തെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ ആ ഒരു സെറ്റപ്പിൻ്റെ അകത്ത് കുറേ പേരൊക്കെ കൊടുങ്ങും എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആർക്കും പക്ഷാഭേദം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറേ പേര് കൊടുക്കും. പക്ഷേ ഇതിപ്പം ഇവർക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. തൊപ്പിക്കും ഷമീറിനും അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത മമ്മൂന് ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ കുടുങ്ങും ഉറപ്പാണ്. ഇവന്മാരെല്ലാം പണി കിട്ടും, 8ന്റെ പണി തന്നെ കിട്ടും. കാരണം ഒന്ന്, ഇവരെല്ലാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അവർ തെറ്റായ സന്ദേശം നൽകുന്നു എന്ന് പറഞ്ഞ് മൊത്തത്തിൽ ട്രബിൾ ആകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഒരു ഘട്ടത്തിൽ ഇവരെല്ലാം പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി ഫണ്ടായി ബിസിനസ് ചെയ്യുന്നു, അത്യാവശ്യം പൈസയായി കഴിയുമ്പോൾ പിടിപാടൊക്കെ ആയി കഴിയുമ്പോൾ തോന്നിവാസം കാണിക്കുന്നതായിട്ട് ഇവരുടെ വാക്കുകളിൽ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ലൈവ്, ഷമീറിൻ്റെ ലൈവ് ഇന്നിപ്പോൾ എന്താ വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരുമാതിരി ലൈവ് എല്ലാം ഇരുന്ന് കണ്ടു. ലൈവിൽ കുറേ സമയത്ത് പുള്ളി ലൈവ് എന്താ പറയുക, റീച്ച് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് വലിപ്പിക്കുകയാണ്. അത് കഥ പറയുന്നില്ല, കാര്യം പറയാനാണെന്നും പറഞ്ഞ് പ്രൂഫ് ഉണ്ടെന്നും പറഞ്ഞ് വന്നിരുന്നിട്ട് ഷമീറൊക്കെ ഇരുന്നിട്ട് വലിപ്പിക്കുക. അപ്പം അതിൻ്റെ താഴെ കമൻ്റ് ഉണ്ട്, കാര്യം പറയടാന്ന് പറഞ്ഞ് കാര്യം പറയാം, നിൽക്കുന്നു പറഞ്ഞ് വലിച്ചു നീട്ടി അവാർഡ് പടം പോലെ ഇങ്ങനെ കൊണ്ടുപോവുക കാര്യം പറയാനുള്ളതിന്. കൊണ എന്നും പറഞ്ഞ് എന്നിട്ട് അവസാനം ഈ പറയുന്നത് പോലെ എന്താ പറയുക, തൊപ്പിക്കെതിരെ കുറേ കാര്യങ്ങൾ. തൊപ്പി അങ്ങനെയാണ്, ശരി, അവന്മാർ സമർത്ഥിക്കുന്ന കാര്യങ്ങളിൽ കുറേയൊക്കെ വാസ്തവമുള്ളതായിട്ട് തോന്നുന്നു കേട്ടിട്ട്. കാരണം അങ്ങോട്ട് ഇനിയിപ്പോൾ നാളെ തൊപ്പി വന്നിട്ട് വേറെ കുറേ കാര്യങ്ങൾ കാണിക്കും. ഇപ്പം നമ്മൾ RS അടിക്കും. പക്ഷേ മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് ഒരു പാക്കേജായിട്ട് പറയാനാണെങ്കിൽ ഇതൊരു ഗ്യാങ് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിത്തല്ലിയ അവസ്ഥ, ഈഗോ അടിച്ച് പണ്ടാരം അടങ്ങിപ്പോയ അവസ്ഥ. മാത്രമല്ല ഇതിൻ്റെ അകത്ത് തൊപ്പിയെക്കുറിച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തൊപ്പി ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ അടിമയായിട്ട് കാണിച്ച് അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പിള്ളേർ ഈ ഷമീർ ചെയ്ത വീഡിയോയ്ക്കകത്ത് കുറേ ഇവർ ഈ വോയിസ് എന്താ പറയുന്നത്, കുറേ ഓഡിയോ ഒക്കെ കേൾപ്പിക്കുന്നുണ്ട്. അതായത് തൊപ്പി ഈ പറയുന്ന പോലെ മമ്മൂനോട് പോയി ബാത്റൂം കഴുകാനും, അതുപോലെ ഭയങ്കര നമ്മൾ ഈ ചാട്ട എടുത്തിട്ട് കഴുകട അല്ലെങ്കിൽ ചെയ്യട പണി, അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര എന്തോ ഒരു ക്രൗര്യത്തോടു കൂടി സംസാരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്തൊരു ഗ്യാങ്. അവർ മറ്റേ ഒരു എന്താ പറയുക, അവനൊരു പ്രായപൂർത്തിയാകാത്ത പയ്യനാണ്, അതിൻ്റെ പരിഗണന അവനും ആ കൂടെ തുള്ളി അതൊക്കെയാണ് പറ്റിപ്പോയത്. എന്താണേലും സംഗതി ഇത് പണി കിട്ടും, ഇത് 100% പണി കിട്ടും എന്നുള്ളത് 100% ഉറപ്പിക്കുകയാണ്. ഇതിനകത്ത് ഷമീർ തന്നെ പറയുന്നുണ്ട് രമേശ് ചെന്നിത്തലയുടെ, അതായത് നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്ന്
ഷമീർ തന്നെ പറയുന്നുണ്ട് ഓപ്പറേഷൻ തൂഫാനും ഒക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഒറ്റ കാര്യം, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യമുണ്ട്, ഷമീറും ഗ്യാങ്ങും പോയി മെഡിക്കൽ ചെക്കപ്പ് നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഡ്രഗ്സോ മറ്റു കാര്യങ്ങളോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലഡിൽ ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. ഒറ്റ ദിവസം കൊണ്ടല്ല, അതിനെന്ത് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അറിയാമെന്ന് പറയുന്നു. പക്ഷേ കംപ്ലീറ്റ്ലി അവരിന്ന് വിരൽ ചൂണ്ടുന്നത് തൊപ്പിക്കെതിരെയാണ്. തൊപ്പി ഇമാതിരി സാധനങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ടെന്നാണ്, അത് ഇവരെല്ലാം നേരിട്ട് കണ്ടിട്ടുള്ള ദൃക്സാക്ഷികളുമാണെന്നാണ് പറയുന്നത്. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിത്തല്ലി കുളമാകും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് തെറ്റായ ഇത്, കാരണം ഇവരുടെയൊക്കെ വീഡിയോ കാണുന്നത് ഏറ്റവും കൂടുതലും ഒരു 18 വയസ്സിൽ താഴെയുള്ളവർ വരെ കാണുന്നുണ്ട്. തൊപ്പി എന്നൊക്കെ പറയുമ്പം ഒരു പിള്ളേർ സെറ്റിനൊക്കെ അത്യാവശ്യം ഭയങ്കര ഇതാണ് തൊപ്പി, അതുപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ്. അപ്പം അവരൊക്കെ ഗെയിമേഴ്സാണ്. ഗെയിമേഴ്സ് കുറച്ച് നല്ല രീതിയിൽ അവർ കുട്ടികളെയും അത്യാവശ്യം ഒരു യങ്ങർ ജനറേഷനെയൊക്കെ അത്യാവശ്യം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കര മോശമായിട്ടാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. കാരണം കടന്ന കൈകളൊക്കെയാണ് പോയിരിക്കുന്നത്. ഇതിൽ വരാൻ സാധ്യതയുള്ള ഒന്ന് പോക്സോ, ഡ്രഗ് കേസ്, പിന്നെ പ്രായപൂർത്തിയാകാത്തവന് ഇത് കൊടുത്ത് ഡ്രഗ്സ് കൊടുത്ത്, അങ്ങനെ എല്ലാം കൊണ്ട് ഒരു വലിയ പാക്കേജാണ് ഇപ്പം വന്ന് കിടക്കുന്നത്. നാളെ തൊപ്പി വന്ന് ഇത് ചെയ്യും, അത് ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്ക് ഉറപ്പാണ് പോലീസ് കേസ് ആകാൻ സാധ്യതയുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. കാരണം ഈ വക ഇവർ ചെയ്ത കാര്യങ്ങളുടെ എല്ലാം കട്ടിങ്ങും സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അത് ഒന്ന് ഈ ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന യൂസേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ ഇതിപ്പം മുതിർന്നവർ മാത്രമല്ല, ചെറിയ പ്രായത്തിലുള്ളവരൊരു ഇൻസ്റ്റഗ്രാമിൽ നോക്കുമ്പം തൊപ്പി ഇങ്ങനെ പറഞ്ഞു, ഷമീർ ഇങ്ങനെ പറഞ്ഞു, അല്ലെ അവരിങ്ങനെ പറഞ്ഞു, കുറേ കാര്യങ്ങൾ ക്യൂരിയോസിറ്റി ഉണ്ട്. അതിൻ്റെ ഓല എന്ന് പറയുന്നൊരു വാക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളതിൻ്റെ അർത്ഥം പോലും കേട്ടിട്ടില്ല, എന്താണ് സംഭവം നടത്തില്ല. ഓല എന്താണെന്നുള്ളത് എന്തെങ്കിലും ഒരു കോഡ് വേർഡ് ആണ്, ഇതുമായിട്ട് ഡ്രഗ് റിലേറ്റഡോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഡ് വേർഡ് ആണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പം എന്തായാലും ഇവരുടെയൊക്കെ കാര്യം ഒന്നെങ്കിൽ പൂട്ടിക്കെട്ടി കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം എല്ലാത്തിനും ഒരു പ്രൂഫ് അവർ തന്നെ പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്, എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തൊപ്പിക്കും പണി, ഷമീറിനും പണി, മമ്മൂനും, ആ ഒരു ഗ്യാങ് MRC ഗ്യാങ് മിക്കവാറും എല്ലാം ജയിലിനകത്ത് മറ്റേ അഴിയെണ്ണി കിടക്കേണ്ടി വരും. അതിനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽപ്പുണ്ടെന്നുള്ളതാണ്. ഇന്ന് ഷമീറിനെയും മമ്മൂനെയും സപ്പോർട്ട് ചെയ്യും, നാളെ തൊപ്പിയും സപ്പോർട്ട് ചെയ്യും. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുറേ പേര് എന്താ പറയുക, 1 ലക്ഷം ഇതിന് മേളിൽ വ്യൂവേഴ്സാണ് ലൈവായിട്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടെ ഓർക്കണം. എന്തായാലും എവിടെ പോയി നിൽക്കുമെന്ന് അറിയത്തില്ല. നാളെ തൊപ്പി എന്നെ കൊണ്ടാൻ വേണ്ടി കൊണ്ട് വരുമെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. അതായത് പണി ഉറപ്പാണ്, ഷുവർ പണിയാണ് അവർക്ക് കിട്ടുന്നത്. അതായത് നിയമത്തിൻ്റെ സൈഡിൽ നിന്നും ഇവർക്കെല്ലാം നല്ല പണി തന്നെ കിട്ടാൻ, നല്ല പണിഷ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ തെറ്റായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സാധ്യതകളും ഉണ്ട് അതിനുള്ള.